PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിലുള്ള ജയിൽ വകുപ്പ്, കുടുംബശ്രീ, നിയമസഭ എന്നീ ടോപ്പിക്കുകളാണ്. ഇതേ സബ്ജക്റ്റിൽ വരുന്ന സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ സിവിൽ സർവീസ് തുടങ്ങിയവയുടെ പ്ലേലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രത്യേകിച്ചും നമ്മുടെ 20 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ, പ്രാക്ടീസ് ചോദ്യങ്ങളുടെ ഒരു സെറ്റ് പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളുടെ പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യത്തേത് ജയിൽ വകുപ്പാണ്. ജയിൽ വകുപ്പിലെ ആദ്യത്തെ പോയിന്റ് നോക്കാം. കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം എത്രയാണ്? 4 എണ്ണമാണ്. കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ എണ്ണം 4 എണ്ണമാണ്. അതിൽ ആദ്യത്തെ സെൻട്രൽ ജയിൽ ചോദിച്ചാൽ അത് കണ്ണൂരാണ്. 1869ലാണ്. 4 സെൻട്രൽ ജയിലുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ആദ്യത്തെ സെൻട്രൽ ജയിൽ കണ്ണൂരും, അതിൽ ഏറ്റവും വലിയ സെൻട്രൽ ജയിൽ ചോദിച്ചാൽ അത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലാണ്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ. അപ്പൊ മൊത്തം ജയിലുകളുടെ എണ്ണം 4. അതിൽ ആദ്യത്തേത് കണ്ണൂർ 1869. ഇനി ഏറ്റവും വലിയ ജയിൽ ചോദിച്ചാൽ അത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലാണ്. ജയിൽ വകുപ്പ് തലവന്റെ സ്ഥാനപ്പേര് ചോദിച്ചാൽ അത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ്. ജയിൽ വകുപ്പ് തലവന്റെ സ്ഥാനപ്പേര് എന്താണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ്. കേരളത്തിലെ 4ാമത്തെ സെൻട്രൽ ജയിൽ സ്ഥാപിതമായത് എവിടെയാണ്? അത് തവനൂരാണ്. തവനൂര് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിന്റ് ഇതാണ്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ആനുകാലിക സംഭവം കൂടിയാണിത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ അടുത്തിടെ വന്ന ഒരു ജയിലാണ് തവനൂർ, മലപ്പുറം ജില്ലയിലെ തവനൂർ ജയിൽ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള 4ാമത്തെ സെൻട്രൽ ജയിലാണ്. 4ാമത്തെ സെൻട്രൽ ജയിൽ. അടുത്തൊരു പോയിന്റ് നോക്കുക. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജയിലിലാണ്. കണ്ണൂർ ജയിൽ. കേരളത്തിലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം എവിടെയാണ്? കണ്ണൂർ ജയിൽ. അപ്പം മൊത്തം 4 ജയിലുണ്ട്. അതിൽ ആദ്യത്തേത് കണ്ണൂർ ജയിൽ 1869. ഏറ്റവും വലുത് പൂജപ്പുര സെൻട്രൽ ജയിൽ തിരുവനന്തപുരം. 4ാമത് വന്നതായിട്ടുള്ളത് തവനൂർ മലപ്പുറം ജില്ല. ഇതിൽ ആദ്യത്തെ ജയിൽ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജയിലിൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ പ്രവർത്തനം തുടങ്ങിയ വർഷം 1989. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണ്? നെയ്യാറ്റിൻകരയിലാണ്. ഇത് പ്രവർത്തനം തുടങ്ങിയ വർഷം ഏതാണ്? 1989. വനിതകൾക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം എവിടെയാണ്? പൂജപ്പുര തിരുവനന്തപുരം പൂജപ്പുര തിരുവനന്തപുരം. വനിതകൾക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം എവിടെയാണ്? പൂജപ്പുര. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയായിരുന്നു? അത് നെട്ടുകാൽത്തേരിയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ എവിടെയായിരുന്നു? നെട്ടുകാൽത്തേരിയിലായിരുന്നു. ഇപ്പോൾ അതെവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്? വനിതകൾക്കായുള്ള കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലം പൂജപ്പുരയാണ്, തിരുവനന്തപുരം. ആദ്യം അതെവിടെയായിരുന്നു? നെട്ടുകാൽത്തേരിയിലായിരുന്നു. നെട്ടുകാൽത്തേരി. കേരളത്തിലെ 2ാമത്തെ തുറന്ന ജയിൽ എവിടെയാണ്? അത് ചീമേനിയിലാണ്. ചീമേനി എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം കാസർഗോഡാണ് ചീമേനി. കേരളത്തിലെ 2ാമത്തെ തുറന്ന ജയിൽ ചീമേനി, കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിലുണ്ട്. ഹരിത ജയിൽ അതെവിടെയാണ്? അത് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലാണ്. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ കേരളത്തിലെ ആദ്യത്തെ ഹരിത ജയിൽ കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിൽ. അതേപോലെ ആദ്യത്തെ ജയിൽ മ്യൂസിയം എവിടെയാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്? അത് കണ്ണൂർ ജയിലിലാണ്. ആദ്യത്തെ ജയിൽ മ്യൂസിയം കണ്ണൂർ ജയിലിലാണ്. അതേപോലെ ആദ്യത്തെ ഹരിത ജയിൽ എവിടെയാണ്? അത് കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലാണ്. കണ്ണൂർ സ്പെഷ്യൽ സബ് ജയിലാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ, കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ എവിടെയാണ്? അത് കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിൽ 1861ലാണ്. 1861 നമ്മൾ പഠിച്ചില്ല. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏത് വർഷമാണ്? കണ്ണൂർ. അത് 1869 പഠിച്ചത് ഇവിടെ പറയുന്നത് നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിൽ ഏതാണ്? കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലാണ്. ഇത് 1861ലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ എവിടെയാണ്? അത് വിയ്യൂരാണ്. വിയ്യൂർ 2019ലാണ്. വിയ്യൂർ 2019. കേരളത്തിലെ ആദ്യത്തെ ഹൈ സെക്യൂരിറ്റി ജയിൽ വിയ്യൂർ 2019. വിയ്യൂർ 2019. കേരളത്തിലെ സെൻട്രൽ ജയിലുകൾ എവിടെയെല്ലാമാണ്? ഒന്ന് തിരുവനന്തപുരം ജില്ലയിലാണ്, പിന്നെ വിയ്യൂര്, പിന്നെ തവനൂര്, പിന്നെ കണ്ണൂർ അങ്ങനെ 4 എണ്ണമാണ്. എവിടെയൊക്കെയാണ്? തിരുവനന്തപുരം, വിയ്യൂര്, തവനൂര്, കണ്ണൂർ എന്നീ 4 സ്ഥലങ്ങളിൽ. തിരുവനന്തപുരം, വിയ്യൂര്, തവനൂര്, കണ്ണൂർ ഇനി ജയിലിന്റെ തലവൻ, ജയിൽ വകുപ്പിന്റെ അല്ല, ജയിലിന്റെ തലവൻ അറിയപ്പെടുന്നത് ജയിൽ സൂപ്രണ്ട് എന്നാണ് ജയിലിന്റെ തലവൻ അറിയപ്പെടുന്നത് ജയിൽ സൂപ്രണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾക്കൊരു
സംശയം തോന്നുന്നത്, കുറച്ച് നേരത്തെ ഒരു തലവനെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ, അത് ആരാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അത് ജയിൽ വകുപ്പിന്റെ തലവനാണ്. അത് തെറ്റിപ്പോരുന്നുണ്ട. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ജയിൽ വകുപ്പാണ്. ജയിൽ വകുപ്പ് തലവന്റെ പേരെന്താണ്? അത് ജയിൽ വകുപ്പാകുമ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് എന്നാണ്. ജയിൽ വകുപ്പിൻ്റെതാണ്. ഇനി ഒരു ജയിലിന്റെ തലവൻ, അതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് പഠിച്ചത്. എന്താണ് ഒരു ഇത് ജയിൽ വകുപ്പല്ല, ഒരു ജയിലിന്റെ തലവൻ ആരാണ്? അത് ജയിൽ സൂപ്രണ്ടാണ് ഒരു ജയിലിന്റെ തലവൻ എന്ന് പറയുന്നത്. ഇനി ഏതു വകുപ്പിന് കീഴിലാണ് ബോർസ്റ്റൽ സ്കൂളുകൾ അഥവാ ദുർഗുണ പരിഹാര പാഠശാലകൾ? അതാണ് അല്ലെ, നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട്, ദുർഗുണ പരിഹാര പാഠശാലകൾ. അത് ബോർസ്റ്റൽ സ്കൂളുകൾ എന്നാണ് പറയുന്നത് അല്ലെ. ബോർസ്റ്റൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിന് കീഴിലാണ്? ജയിൽ വകുപ്പിന് കീഴിലാണ് ബോർസ്റ്റൽ സ്കൂളുകൾ അഥവാ ദുർഗുണ പരിഹാര പാഠശാലകൾ പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. എത്ര മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് ജില്ലാ ജയിലുകളിൽ താമസിപ്പിക്കുന്നത്? അത് 6 മാസം വരെയാണ്. 6 മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് ജില്ലാ ജയിലുകളിൽ താമസിപ്പിക്കുന്നത്. എത്ര മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് സബ് ജയിലുകളിൽ താമസിപ്പിക്കുന്നത്? അത് 1 മാസമാണ് അല്ലെ. 1 മാസം വരെ ഉള്ളൂ ശിക്ഷ. 1 മാസം വരെയാണ് തടവെങ്കിൽ അവരെ എവിടെ താമസിപ്പിക്കും? സബ് ജയിലുകളിൽ താമസിപ്പിക്കും. 6 മാസം വരെയാണെങ്കിൽ അവരെ എവിടെ താമസിപ്പിക്കും? ജില്ലാ ജയിലുകളിൽ താമസിപ്പിക്കും. കേരളത്തിൽ എത്ര വനിതാ ജയിലുകളാണ് ഉള്ളത്? 3 എണ്ണമാണ്. 3 വനിതാ ജയിലുകളുണ്ട്. ഒന്ന് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്ന് വിയ്യൂരാണ്, ഒന്ന് കണ്ണൂരാണ് അല്ലെ. അപ്പോൾ എത്ര വനിതാ ജയിലുകളുണ്ട്? 3 വനിതാ ജയിലുകൾ. എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? 4 സെൻട്രൽ ജയിലുകൾ അല്ലെ. വനിതാ ജയിലുകൾ 3, സെൻട്രൽ ജയിലുകൾ 4. വനിതാ ജയിലുകൾ എവിടെയൊക്കെയാണ്? തിരുവനന്തപുരം, വിയ്യൂര്, കണ്ണൂർ അല്ലെ എന്നീ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ വനിതാ ജയിലുകൾ ഉള്ളത് അല്ലെ. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിലും അതുപോലെ വാട്സപ്പിലുമായി നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു പോയിന്റ് നോക്കുക. എത്ര മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് സ്പെഷ്യൽ സബ് ജയിലുകളിൽ താമസിപ്പിക്കുന്നത്? അത് 1 മാസം. 1 മാസം മുതൽ 3 മാസം വരെയുള്ളവരെ. അപ്പോൾ എത്ര മാസം വരെ തടവ് ലഭിക്കുന്നവരെയാണ് സ്പെഷ്യൽ സബ് ജയിലുകളിൽ താമസിപ്പിക്കുന്നത്? 1 മാസം മുതൽ 3 മാസം വരെയുള്ളവരെയാണെങ്കിൽ സ്പെഷ്യൽ സബ് ജയിലുകളിൽ താമസിപ്പിക്കും അല്ലേ. ഓക്കെ, അപ്പം ജയിലുകളെ കുറിച്ച് ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് നീതിന്യായത്തെ കുറിച്ചിട്ടാണ്. നീതിന്യായം അല്ലെ. കേരളത്തിലെ നീതിന്യായം നോക്കാം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? അത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ 1881 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം എന്നാണ് 1881 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിതമായ വർഷം 1881 തിരുക്കൊച്ചി സംയോജന സമയത്ത് ഹൈക്കോടതി ആസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം കൊച്ചിയാണ്. ഹൈക്കോടതി ആസ്ഥാനമായിട്ട് ഏത് നഗരത്തെയാണ് തിരഞ്ഞെടുത്തത്? തിരുക്കൊച്ചി സംയോജന സമയത്ത് കൊച്ചിയെയാണ് തിരഞ്ഞെടുത്തത്. തിരുക്കൊച്ചി സംയോജന സമയത്ത് ഹൈക്കോടതി ആസ്ഥാനമായി തിരഞ്ഞെടുത്തത് കൊച്ചി നഗരത്തെയാണ്. പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് എവിടെയാണ്? അത് എറണാകുളം ജില്ലയിലാണ്. പ്രോസിക്യൂഷൻ ഡയറക്ടറേറ്റ് എറണാകുളം ജില്ലയിലാണ്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യം ഏതാണ്? അത് സത്യമേവ ജയതേ എന്നുള്ളതാണ്. സത്യമേവ ജയതേ അല്ലെ, സത്യം ജയിക്കട്ടെ. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഉപനിഷത്ത് വാക്യമാണ് സത്യമേവ ജയതേ അല്ലെ, സത്യമേവ ജയതേ. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ജസ്റ്റിസ് സുജാത മനോഹർ ആണ്. ജസ്റ്റിസ് സുജാത മനോഹർ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സുജാത മനോഹർ. ജസ്റ്റിസ് സുജാത മനോഹർ ആരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് കൊച്ചിയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചിയാണ്. കേരളത്തിൽ ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി
ആദ്യമായി മൊബൈൽ കോടതികൾ നിലവിൽ വന്നത്? കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? KV സൂര്യനാരായണ അയ്യർ ആണ് അല്ലെ. KV സൂര്യനാരായണ അയ്യർ കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആണ്. KV സൂര്യനാരായണ അയ്യർ. അപ്പോൾ ആരാണ് KV സൂര്യനാരായണ അയ്യർ? അത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. കേരളത്തിന്റെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് അത് KT കോശിയാണ്. KT കോശി. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മിക്കവാറും ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശി. KT കോശി ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് അതാരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? അത് ഓമന കുഞ്ഞമ്മയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. അപ്പോൾ ഓമന കുഞ്ഞമ്മ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ SC/ST കോടതി സ്ഥാപിതമായത് എവിടെയാണ്? മഞ്ചേരിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ SC/ST കോടതി സ്ഥാപിതമായത് മഞ്ചേരിയിലാണ്. അപ്പോൾ നമ്മൾ ജയിൽ വകുപ്പ് പഠിച്ചു അല്ലെ. ഇപ്പോൾ നീതിന്യായം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുടുംബശ്രീയെ കുറിച്ചാണ്. കുടുംബശ്രീ മിക്കവാറും പരീക്ഷകളിൽ ഇടയ്ക്കും തിലക്കൊക്കെ ചോദിക്കാറുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ കുടുംബശ്രീയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബശ്രീ എന്നറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ എന്താണ് കുടുംബശ്രീയുടെ ഒരു പ്രധാന പ്രത്യേകത? സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത്. കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? താഴെ തന്നിട്ടുള്ളതിൽ കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നും പറഞ്ഞ് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പം നോക്കുക, കുടുംബശ്രീയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് സ്ത്രീ ശാക്തീകരണം തന്നെയാണ്. അത് പിന്നെ പ്രധാനമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, സ്ത്രീ ശാക്തീകരണമാണ്. 2 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഒരു ലക്ഷ്യമാണ് അല്ലെ. അത് പിന്നെ നമുക്കറിയാം, ഈ ഭക്ഷണ സാധനങ്ങൾ അല്ലെ, ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കറിയാം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. പിന്നെ സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അടുത്തത് നോക്കുക, മിതവ്യയ സമ്പാദ്യ വായ്പാ പദ്ധതികളുണ്ട് അല്ലെ. മിതവ്യയ സമ്പാദ്യ വായ്പാ പദ്ധതികളുണ്ട്. ഇതും നമുക്കറിയാം അല്ലെ. വായ്പ, അതിൽ നിന്നും വായ്പ എടുക്കാറുണ്ട് അല്ലെ. സമ്പാദ്യമുണ്ട്, ഒരു മാസവരിയൊക്കെ അടയ്ക്കുന്നില്ലേ, അതിൽ നിന്ന് റിട്ടേൺ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലെ. ഇനി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായവും പ്രോത്സാഹനവും നൽകുന്നുണ്ട് അല്ലെ. അത് നിങ്ങൾക്കറിയാം. ചിലരൊക്കെ ഹോംലി ആയിട്ടുള്ള അച്ചാർ കമ്പനികളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഹോംലി ആയിട്ടുള്ള മറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മിതവ്യയ സമ്പാദ്യ അല്ലെങ്കിൽ വായ്പാ പദ്ധതികൾ, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സഹായവും പ്രോത്സാഹനവും നൽകുക തുടങ്ങിയവയൊക്കെയാണ് കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. കുടുംബശ്രീ എത്ര തല സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3 തല സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 3 തല സംവിധാനത്തിൽ. അതിൽ ഏറ്റവും താഴ്ന്ന തലം ഏതെന്ന് ചോദിച്ചാൽ അത് അയൽക്കൂട്ടങ്ങളാണ്. അയൽക്കൂട്ടങ്ങൾ അല്ലെ. ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകം ഏതാണ്? കുടുംബശ്രീയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകം എന്ന് പറയുന്നത് അയൽക്കൂട്ടമാണ് അല്ലെ. അയൽക്കൂട്ടം. ഇനി അതിന്റെ മധ്യതലം എന്ന് പറയുന്നത്, അതായത് അയൽക്കൂട്ടത്തിന് തൊട്ട് മുകളിൽ ഏതാ വരുന്നത്? അത് ADS ആണ്. ADS അല്ലെ. അയൽക്കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. അയൽക്കൂട്ടം അല്ലെ. അയൽക്കൂട്ടമാണ് ഏറ്റവും താഴെത്തട്ടിലുള്ളത്. അതിന്റെ തൊട്ട് മുകളിൽ വരുന്നത് ADS ആണ് അല്ലെ. മധ്യതലം എന്ന് പറയും. ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നാണ് ADSന്റെ മുഴുവൻ രൂപം. ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, അതാണ് ADSന്റെ മുഴുവൻ രൂപം. ഇനി കുടുംബശ്രീയുടെ ഏറ്റവും ഉയർന്ന തലം, ഏറ്റവും മുകൾ തട്ടിലുള്ള അതേതാണ്? അത് CDS ആണല്ലേ. CDS. അപ്പോൾ മുകളിൽ നിന്ന് പറയാനാണെങ്കിൽ CDS, അതിന്റെ താഴെ ADS, അതിന്റെ ഏറ്റവും താഴെത്തട്ടിൽ അയൽക്കൂട്ടം എന്ന് പറയാം അല്ലെ. CDS എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി. അപ്പോൾ മുകളിൽ നിന്ന് നോക്കാനാണ് CDS, അതിന്റെ താഴെ ADS, അതിന്റെ താഴെ അയൽക്കൂട്ടം അല്ലെ. ഇനി ഏറ്റവും താഴെത്തട്ടിൽ ഏതെന്ന് ചോദിച്ചാൽ അത് അയൽക്കൂട്ടവും, ഏറ്റവും മുകൾ തട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലം ചോദിച്ചാൽ അത് CDSുമാണ്. ഇനി ഇതിന്റെ ഒരു മധ്യതലത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് ഏതാണ്? അത് ADS ആണ് അല്ലെ. കുടുംബശ്രീയിൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം അത് 18 വയസ്സാണ്. നല്ല ഒരു ചോദ്യമാണ്, ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കുടുംബശ്രീയിൽ അംഗമാകുന്നതിന് എത്ര പ്രായം ആയിരിക്കണം, എത്ര വയസ്സുണ്ടായിരിക്കണം അല്ലെ. കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സാണ്. 18 വയസ്സുണ്ട് മുതൽ കുടുംബശ്രീയിൽ അംഗമായി തുടങ്ങുക. അപ്പോൾ കുടുംബശ്രീയിൽ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 18 വയസ്സാണ്. അയൽക്കൂട്ടത്തിന്റെ അംഗബലം എന്ന് പറയുന്നത്, ഒരു അയൽക്കൂട്ടത്തിൽ 10 മുതൽ 20 വരെ അംഗങ്ങളാകാൻ പറ്റും അല്ലെ. ഒരു അയൽക്കൂട്ടത്തിൽ 10 മുതൽ 20 അംഗങ്ങൾ വരെ ആകാൻ. കുറേ ചേച്ചിമാര് അല്ലെ അയൽക്കൂട്ടം കൂടുന്നൊരു പിക്ചറാണ് കാണുന്നത്. അയൽക്കൂട്ടത്തിന്റെ ഭരണസമിതിയുടെ അംഗബലം എത്രയാണ്? ഭരണസമിതിയിൽ 5 പേരാണ് ഉണ്ടാകുക. അയൽക്കൂട്ടത്തിന്റെ ഭരണസമിതിയിൽ 5 പേരാണ് ഉണ്ടാകുക അല്ലെ. 10 മുതൽ 20 വരെ അംഗങ്ങൾ ഉണ്ടാകും. അതിൽ 5 പേര് അയൽക്കൂട്ടത്തിന്റെ ഭരണസമിതിയുടെ അംഗങ്ങളായിരിക്കും. ADSന്റെ ഭരണസമിതി, ADS നമ്മളിപ്പോൾ പറഞ്ഞു, ആ മധ്യതലത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ADSന്റെ ഭരണസമിതിയിലെ അംഗബലം എന്ന് പറയുന്നത് 7 പേരായിരിക്കും.
അപ്പോൾ അയൽക്കൂട്ടത്തിന്റെ ഭരണസമിതിയുടെ അംഗബലം 5-ഉം ADSന്റെ ഭരണസമിതിയുടെ അംഗബലം 7-ഉമാണ്. ഇനി അയൽക്കൂട്ടത്തിന്റെയും ADSന്റെയും ഭരണസമിതി തിരഞ്ഞെടുപ്പ് എത്ര വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്? 3 വർഷം കൂടുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, അല്ലെ? ഇപ്പൊ ADS ആയാലും അയൽക്കൂട്ടമായാലും അതിന്റെ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പ് എത്ര വർഷം കൂടുമ്പോൾ നടത്തും? 3 വർഷം കൂടുമ്പോൾ നടത്തും. അയൽക്കൂട്ടത്തിന്റെയും ADSന്റെയും രക്ഷാധികാരി എന്ന് പറയുന്നത് എപ്പോഴും വാർഡ് മെമ്പർ ആണ്, അല്ലെ? വാർഡ് മെമ്പർ എന്താണ്? അയൽക്കൂട്ടത്തിന്റെ ആയാലും ADSന്റെ ആയാലും രക്ഷാധികാരി ആരാണ്? വാർഡ് മെമ്പറാണ്. കേരളത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1998 മെയ് 17 അല്ലെ? 98 മെയ് 17. അയൽക്കൂട്ടത്തിന്റെ കേരളത്തിലെ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് 1998 മെയ് 17. ഇതെല്ലാവർക്കും കാണാതെ പഠിച്ചിട്ടുള്ളൊരു ഡേറ്റ് തന്നെയായിരിക്കും, അല്ലെ? കുടുംബശ്രീയുടെ പ്രവർത്തനം ആരംഭിച്ചതോ അത് 1999 ഏപ്രിൽ മുതലാണ്, അല്ലെ? 1999 ഏപ്രിൽ മുതൽ. അപ്പോൾ 1998 മെയ് 17 ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ചോദിച്ചാൽ അത് 1999 ഏപ്രിലാണ്. 1999 ഏപ്രിൽ. അടുത്ത ഒരു പോയിന്റ് നമുക്ക് പഠിക്കാം. എവിടെയാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ്, അല്ലെ? എവിടെയാണ്? കോട്ടക്കുന്നിലാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിലാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പൊ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്നിലാണ്. ആരാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്? അത് AB വാജ്പേയി ആണ്. AB വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? AB വാജ്പേയി. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ 1994 പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ജില്ല ആലപ്പുഴയാണ്, അല്ലെ? അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് മലപ്പുറമാണ്, കോട്ടക്കുന്നാണ്. ഉദ്ഘാടനം ചെയ്ത വ്യക്തി വാജ്പേയി ആണ്. ഇനി അത് 1994 പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. കുടുംബശ്രീയുടെ ആപ്തവാക്യം ഏതാണ്? ഇത് അറിഞ്ഞിരിക്കണം, അല്ലെ? സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, അതേപോലെ കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ് നമ്മുടെ കുടുംബശ്രീയുടെ ആപ്തവാക്യം. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത്? അത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇത് നല്ലൊരു പോയിന്റാണ്. ഇപ്പോൾ ഈ പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും ഈ രീതിയിലാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചോദിക്കുക, അല്ലെ? നമ്മുടെ പ്രിലിംസ് പരീക്ഷ ഡിഗ്രി ലെവൽ ഫസ്റ്റിൽ നമ്മൾ കണ്ടതാണ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അങ്ങനെ വന്നിരുന്നു, അല്ലെ? അപ്പൊ എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ നിലവിൽ വന്നത്? അത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് KR നാരായണനാണ്. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ, അല്ലെ? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ആരാന്നറിയാം? AB വാജ്പേയി, കോട്ടക്കുന്ന്, മലപ്പുറം, അല്ലെ? കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആരാണ് പ്രസിഡന്റ്? ഇന്ത്യൻ പ്രസിഡന്റ് അത് KR നാരായണനാണ്. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EK നായനാറാണ്, അല്ലെ? കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി EK നായനാറാണ്. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി, നല്ലൊരു ചോദ്യമാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ചോദ്യമാണ്. അതാരെന്ന് ചോദിച്ചാൽ അത് പാലോളി മുഹമ്മദ് കുട്ടിയാണ്, അല്ലെ? പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ആയിരിക്കെയാണ് കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്, അല്ലെ? അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക, പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നത്. കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചോദിച്ചാൽ അത് ജെയിംസ് വർഗീസ് ആണ്. ജെയിംസ് വർഗീസ്. കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? അത് ജെയിംസ് വർഗീസ് ആണ്. ഏത് പദ്ധതിയുടെ കീഴിലാണ് കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത്? അത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, സ്പേം എന്ന് പറയും, അല്ലെ? സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. ശരിക്കും കുടുംബശ്രീയുടെ ഒരു ഇത് ചോദിച്ചാൽ ഇത് തന്നെയാണ്, സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. അതാണ് അതിൻ്റെ ഒരു വാക്കെന്ന് പറയുന്നത്, സ്പേം എന്ന് പറയുന്നത്. അപ്പോൾ സ്പേം അല്ലെങ്കിൽ സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പദ്ധതിയുടെ കീഴിലാണ് കുടുംബശ്രീ നിലവിൽ വന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ സൗഹൃദ ഇടം സൃഷ്ടിക്കുന്നതിനും കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ എന്ന് പറയുന്നത്. അപ്പം നിർഭയ എന്ന് പറയുന്ന ഒരു പദ്ധതി കുടുംബശ്രീക്കുണ്ട്, അല്ലെ? നിർഭയ എന്ന് പറയുന്ന ഒരു പദ്ധതി. എന്താണ് ആ നിർഭയ എന്ന പദ്ധതിയുടെ പ്രത്യേകത? അത് ഇത്രയേ ഉള്ളൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനും സ്ത്രീ സൗഹൃദ ഇടം സൃഷ്ടിക്കുന്നതിനും കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ എന്ന് പറയുന്ന പദ്ധതി, അല്ലെ? ഇനി പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്ന പദ്ധതി, അല്ലെ? സാന്ത്വനം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം. ദരിദ്രരും നിരാലംബരുമായവരെ സഹായിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ആശ്രയാണ്. ആശ്രയ, അല്ലെ? ദരിദ്രരും നിരാലംബരുമായവരെ സഹായിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആശ്രയ എന്ന പദ്ധതിയാണ്.
ഇനി ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? അത് മനസ്വിനിയാണ്. മനസ്വിനി. ഭിന്നലിംഗക്കാരുടെ ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റ് മനസ്വിനിയാണ്. കുടുംബശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്ന ദേശീയ ബാങ്ക് നബാർഡാണ്. നബാർഡാണ് കുടുംബശ്രീക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലെ. കുടുംബശ്രീ പദ്ധതിയുമായി സഹകരിക്കുന്ന ദേശീയ ബാങ്ക് ചോദിച്ചാൽ അത് നബാർഡാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ടെക്നോളജി എന്നാണ് നബാർഡിന്റെ മുഴുവൻ പേര്. കുടുംബശ്രീയുടെ ഭവന നിർമ്മാണ പദ്ധതി ഏതാണ്? അത് ഭവനശ്രീ എന്നാണ് അറിയപ്പെടുന്നത്. കുടുംബശ്രീയുടെ ഭവന നിർമ്മാണ പദ്ധതി ഭവനശ്രീ എന്നറിയപ്പെടുന്നു. കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹരിതശ്രീ അല്ലെ. എന്താണ്? കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? ഹരിതശ്രീ എന്നാണ് അറിയപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിനിരയായവരെ സഹായിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഹരിതശ്രീ അല്ലെ. എന്താണ് ഹരിതശ്രീ? ഹരിതശ്രീക്ക് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് അല്ലെ. ഒന്നെന്താണ്? കൃഷിഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ്. രണ്ട്, ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിനിരയായവരെ സഹായിക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഹരിതശ്രീ എന്നും പറയുന്നത് അല്ലെ. നമ്മൾ ഈ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് പഠിക്കുന്നത്. ഇതിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളൊക്കെ ചിലത് റാങ്ക് ഫെയിലുമായിട്ട് മിസ്മാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അറിയിക്കുക, കമന്റ് ചെയ്ത് അറിയിക്കുക. ഇനി ചില അലർട്ടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അലർട്ടുകൾ നോക്കാം. ദുരന്ത നിവാരണ നിയമപ്രകാരം എത്ര തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഉള്ളത്? 4 അല്ലെ. ഇപ്പൊ നമ്മൾ അടുത്തിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചാണല്ലോ, മഴയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ റെഡ് അലർട്ട് അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ആലപ്പുഴ, ഇടുക്കി ഒക്കെ കണ്ടില്ലായിരുന്നു. അപ്പൊ എന്താണ് ഈ നിറങ്ങൾ വെച്ചിട്ടുള്ള അലർട്ടുകൾ? അതാണ് പറയുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരം എത്ര തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഉള്ളത്? 4 തരത്തിലാണുള്ളത്. അതിലേതൊക്കെയാണ്? പച്ച, മഞ്ഞ അല്ലെ, ഓറഞ്ച്, ചുവപ്പ്. ഇങ്ങനെ നാല് തരത്തിലാണ് നമ്മുടെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ളത്. ഏതൊക്കെയാണ്? പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ജാഗ്രത പാലിക്കേണ്ട ആവശ്യമില്ലാത്ത അലർട്ട് ഏതാണ്? അത് ഗ്രീൻ അലർട്ടാണ്. ഗ്രീൻ അലർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യാം? ജാഗ്രത പാലിക്കേണ്ട കാര്യമില്ല, നോർമൽ സിറ്റുവേഷൻ ആണ് അല്ലെ. ജാഗ്രത പാലിക്കേണ്ട ആവശ്യമില്ലാത്ത അലർട്ട് ഏതാണ്? ഗ്രീൻ അലർട്ടാണ്. എത്ര മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത്? കഴിഞ്ഞ ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എവിടെയൊക്കെ? ആലപ്പുഴ, അതേപോലെ കോട്ടയം ജില്ലകളിലൊക്കെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്ര മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിലാണ്? അത് 64.4 മുതൽ 124.4 വരെ. അപ്പൊ 64.4 മുതൽ 124.4 വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഏത് അലർട്ട് പ്രഖ്യാപിക്കും? യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കും. അപ്പൊ ഇനിയിപ്പോ യെല്ലോ അലർട്ടിന്റെ കൺഫ്യൂഷൻ തീർന്നല്ലോ. 64.4 മുതൽ 124.4 മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കും അല്ലെ. ഇനി അടുത്തത് ഓറഞ്ച് അലർട്ട് എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത്? അത് 124.5 മുതൽ 244.4 വരെ. അപ്പോൾ 124.5 മുതൽ 244.4 വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് എന്ത് അലർട്ട് പ്രഖ്യാപിക്കുന്നത്? ഓറഞ്ച് അലർട്ട് അല്ലെ. അപ്പോൾ കുറച്ചുകൂടെ സിറ്റുവേഷൻ വഷളാകുന്നു എന്നാണ് അർത്ഥം അല്ലെ. വഷളാകുന്നു. അപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നു. ഇനി എത്ര മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന മേഖലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്? അത് 244.4 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. അപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. റെഡ് അലർട്ട് ഡേഞ്ചർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ അലർട്ടുകൾ പഠിച്ചു. 4 തരത്തിലുള്ള അലർട്ടുകൾ ഉണ്ട്. ഗ്രീൻ അലർട്ട് അല്ലെ, അതുപോലെ യെല്ലോ അലർട്ട്, പിന്നെ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്. അതിൽ ഗ്രീൻ അലർട്ട് എന്ന് വെച്ചാൽ നോർമൽ സിറ്റുവേഷൻ ആണ്, കുഴപ്പമില്ല, ജാഗ്രത പാലിക്കേണ്ട ആവശ്യമില്ല. ഇനി യെല്ലോ അലർട്ട് ആണെങ്കിൽ 64.4 മുതൽ 124.4 വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കും അല്ലെ. 124.5 മുതൽ 244.4 വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കും. 244.4 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന മേഖലകളാണെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. മുന്നറിയിപ്പ് സംവിധാനത്തിലെ ഓറഞ്ച് അലർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ശക്തമോ അതിശക്തമോ ആയ മഴയാണ് സൂചിപ്പിക്കുന്നത്. ഓറഞ്ച് അലർട്ട് ശക്തമോ അതിശക്തമോ ആയ മഴയാണ് ഓറഞ്ച് അലർട്ട് സൂചിപ്പിക്കുന്നത്. എന്താണ് മഴ മുന്നറിയിപ്പ് സംവിധാനത്തിലെ ഓറഞ്ച് അലർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? ശക്തമോ അതിശക്തമോ ആയ മഴയാണ് ഓറഞ്ച് അലർട്ട്. അതിശക്തം തീവ്രമായ മഴ മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് അല്ലെ. ഇനി നോക്കുക, അപ്പൊ ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ എന്താണ്? ഓറഞ്ച് അലർട്ടിന്റെ കാര്യം പറയുമ്പോൾ ശക്തമോ അതിശക്തമോ ആയ മഴ. ഇനി അതിശക്തം അല്ലെങ്കിൽ തീവ്രമായ മഴ മുന്നറിയിപ്പാണ് റെഡ് അലർട്ട് എന്ന് പറയുന്നത്. റെഡ് അലർട്ട്. അപ്പോൾ നമ്മൾ ജയിൽ വകുപ്പ് പഠിച്ചു അല്ലെ, കുടുംബശ്രീ പഠിച്ചു, പിന്നെ നിയമ സംവിധാനം പഠിച്ചു അല്ലെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നിയമസഭയാണ്. നിയമസഭ.
അപ്പോൾ നിയമസഭയെക്കുറിച്ച് നമുക്ക് ചില പോയിന്റുകളൊക്കെ നമുക്ക് നോക്കാം. നിയമസഭയെക്കുറിച്ചുള്ള പോയിന്റുകൾ നോക്കാം. ഇന്ത്യയിൽ ഇതം പ്രഥമമായ ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്തത് അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു? അത് തിരുവിതാംകൂറാണ്. ഇതം പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യമായി എന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ ഏതായിരുന്നു? നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ ഒരു നിയമസഭ ഏതായിരുന്നു? തിരുവിതാംകൂർ നിയമസഭയാണ്. ഇന്ത്യയിൽ ഇതം പ്രഥമമായി ഒരു വനിതയെ നാമനിർദ്ദേശം ചെയ്ത് അംഗമാക്കിയ നിയമസഭ നമ്മുടെ തിരുവിതാംകൂർ നിയമസഭയാണ് അല്ലെ. തിരുവിതാംകൂർ നിയമസഭയാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് കേരള നിയമസഭ 1968 കേരള പബ്ലിക് സർവീസ് ആക്ട് പാസ്സാക്കിയത്? 309 അനുച്ഛേദം പ്രകാരമാണ്. 309 അനുച്ഛേദ പ്രകാരമാണ് അല്ലെ. ഇത് നല്ലൊരു പോയിന്റാണ്, ഇത് നോക്കി വെച്ചോണം. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് കേരള നിയമസഭ 1968 കേരള പബ്ലിക് സർവീസസ് ആക്ട് പാസ്സാക്കിയത്? 309. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് എവിടെയോ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. ഞാൻ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. ഈ 309 അനുച്ഛേദം ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് കേരള നിയമസഭ 1968 കേരള പബ്ലിക് സർവീസസ് ആക്ട് പാസ്സാക്കിയത്? അത് 309 അനുച്ഛേദ പ്രകാരമാണ് അല്ലെ. 309 അനുച്ഛേദ പ്രകാരം. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നമ്മൾ പരീക്ഷ നടത്താറുണ്ട്. നിങ്ങളതിൽ പങ്കെടുക്കുക. ടെലഗ്രാം ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. രാജ്യത്ത് ആദ്യമായി നിയമസഭയ്ക്കുള്ളിൽ ലാപ്ടോപ്പും അതുപോലെ ഐപാഡും ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ് അല്ലെ. രാജ്യത്ത് ആദ്യമായി നിയമസഭയ്ക്കുള്ളിൽ ലാപ്ടോപ്പും ഐപാഡും ഉപയോഗിക്കാൻ അനുമതി നൽകിയത് കേരളത്തിലാണ്. തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ചത് 1888 തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1888 സാധാരണമായി നിയമസഭയിൽ സഭാ നേതാവ് സ്ഥാനം വഹിക്കുന്നത് മുഖ്യമന്ത്രിയായിരിക്കും അല്ലെ. സാധാരണമായി നിയമസഭയിൽ സഭാ നേതാവ് സ്ഥാനം വഹിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രത്യേകത എന്താണ്? സാധാരണമായി നിയമസഭയിൽ സഭാ നേതാവ് സ്ഥാനം വഹിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാകാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 21 പേരാണ് അല്ലെ. കേരളത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാകാവുന്ന പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 21 പേരാണ്. ചോദ്യോത്തര വേളയിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് അനുമതി നൽകാൻ അധികാരമാർക്കാണ്? അത് സ്പീക്കർക്കാണ്. സ്പീക്കർക്ക്. നമ്മുടെ സ്പീക്കറെ അറിയാലോ. ആരാണ് സ്പീക്കർ? നമ്മുടെ ഈ നിലവിലെ സ്പീക്കറുടെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ചോദ്യോത്തര വേളയിൽ ചോദ്യം ഉന്നയിക്കുന്നതിന് അനുമതി നൽകാൻ അധികാരമാർക്കാണ്? സ്പീക്കർക്കാണ്. നിയമസഭ ചേരുന്ന ദിവസങ്ങളിൽ സാധാരണമായി ആദ്യത്തെ 1 മണിക്കൂർ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് അംഗങ്ങൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാരിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതിനായി വിനിയോഗിക്കുന്നു. സാധാരണയായി ഇതിന്റെ സമയക്രമം എപ്പോഴാണ്? അത് 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് അല്ലെ. എന്താണ് അതിന്റെ പ്രത്യേകത? നിയമസഭ ചേരുന്ന ദിവസങ്ങളിൽ സാധാരണമായി ആദ്യത്തെ 1 മണിക്കൂർ അല്ലെ. ആദ്യത്തെ 1 മണിക്കൂർ പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് അംഗങ്ങൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാരിൽ നിന്ന് വിവരങ്ങൾ ആരായുന്നതിനായി വിനിയോഗിക്കുന്നു. സാധാരണയായി ഇതിന്റെ സമയക്രമം എന്ന് പറയുന്നത് 9 മണി മുതൽ 10 മണി വരെയാണ്. ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്ന വർഷം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, 1904 ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നത് 1904 ശ്രീമൂലം പ്രജാസഭ നിലവിൽ വന്നതെന്നാണ്? 1904 ചോദ്യോത്തര വേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ടതിനുള്ള സമയപരിധി എത്ര ദിവസമാണ്? അത് 10 ദിവസത്തിൽ കുറയാത്ത സമയം കൊടുക്കണം അല്ലെ. എങ്ങനെയാണ്? ചോദ്യോത്തര വേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് നോട്ടീസ് നൽകേണ്ടതിനുള്ള സമയപരിധി എത്ര ദിവസമാണ്? 10 ദിവസത്തിൽ കുറയാത്ത സമയം കൊടുക്കണം. ചോദ്യോത്തര വേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ സംബന്ധിച്ച നോട്ടീസ് നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ ഔദ്യോഗിക പേരിൽ രേഖപ്പെടുത്തി ആർക്കാണ് നൽകേണ്ടത്? അത് നിയമസഭാ സെക്രട്ടറിക്കാണ് നൽകേണ്ടത് അല്ലെ. ഒന്നുകൂടെ നോക്കുക. ചോദ്യോത്തര വേളയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ സംബന്ധിച്ച നോട്ടീസ് നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട മന്ത്രിയുടെ ഔദ്യോഗിക പേരിൽ രേഖപ്പെടുത്തി ആർക്കാണ് നൽകേണ്ടത്? നിയമസഭ സെക്രട്ടറിക്ക് നൽകണം. അടിയന്തര ഘട്ടങ്ങളിൽ ചോദ്യങ്ങൾക്കുള്ള നോട്ടീസ് കാലയളവിന് ഇളവ് അനുവദിക്കുന്നതിന് ആർക്കാണ് അധികാരമുള്ളത്? അത് സ്പീക്കർക്കാണ് അധികാരമുള്ളത്. അടിയന്തര ഘട്ടങ്ങളിൽ ചോദ്യങ്ങൾക്കുള്ള നോട്ടീസ് കാലയളവിന് ഇളവ് അനുവദിക്കുന്നതിന് സ്പീക്കർക്കാണ് അധികാരമുള്ളത് അല്ലെ. സ്പീക്കർക്കാണ് അധികാരമുള്ളത്. ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കാവുന്ന 3 തരം ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? 3 തരം ചോദ്യങ്ങൾ. അത് ഒന്ന് നക്ഷത്ര ചിഹ്നമിട്ടവ. ഏതാണ്? നക്ഷത്ര ചിഹ്നമിട്ടവ. അടുത്തത് നക്ഷത്ര ചിഹ്നമിടാത്തവ.
ഇനി അടിയന്തര ചോദ്യം എന്നിങ്ങനെ 3 തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യോത്തര വേളയിൽ ഉന്നയിക്കാവുന്ന 3 തരം ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? നക്ഷത്ര ചിഹ്നം ഇട്ടവ, നക്ഷത്ര ചിഹ്നം ഇടാത്തവ, അടിയന്തര ചോദ്യം. സഭാതലത്തിൽ വാക്കാൽ മറുപടി ലഭിക്കേണ്ടതും ഉപചോദ്യങ്ങൾ ചോദിക്കാവുന്നതുമായ ചോദ്യങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് സഭാതലത്തിൽ വെച്ച് തന്നെ വാക്കാൽ മറുപടി ലഭിക്കേണ്ടതാകും അല്ലെ. പിന്നെ ഉപചോദ്യങ്ങൾ ചോദിക്കാവുന്നതുമായ ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? നക്ഷത്രമിട്ട ചോദ്യങ്ങളാണ്. ഇനി ഒരു ചോദ്യം നക്ഷത്രമിട്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. ഒരു ചോദ്യം നക്ഷത്രമിട്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കറാണ്. ബജറ്റിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതും മന്ത്രിസഭയുടെ അംഗീകാരം നേടുന്നതും ഏതു വകുപ്പാണ്? ധനവകുപ്പാണ്. അതറിയാലോ, ധനവകുപ്പാണ്. ബജറ്റ് അവതരിപ്പിക്കുന്ന ധനവകുപ്പിന്റെ അണ്ടറിലാണ് വരുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ബജറ്റിന്റെ രൂപരേഖ തയ്യാറാക്കുന്നതും മന്ത്രിസഭയുടെ അംഗീകാരം നേടുന്നതും ധനവകുപ്പാണ്. നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നിശ്ചയിക്കുന്നത് ആരാണ്? നിയമസഭയിൽ അത് ഗവർണറാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നിശ്ചയിക്കുന്നത്. നിയമസഭയിലാണ് കേട്ടോ. നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി നിശ്ചയിക്കുന്നത് ഗവർണറാണ്. ബജറ്റ് നിയമസഭയിൽ ആരാണ് അവതരിപ്പിക്കുന്നത്? ധനമന്ത്രിയാണ് അല്ലെ. അത് നമുക്കറിയാം. ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ധനമന്ത്രിയാണ്. നമ്മളുടെ നിലവിലെ ഇപ്പോഴത്തെ ധനമന്ത്രിയുടെ പേര് ഒന്ന് കമന്റ് ചെയ്തറിയിക്കുക അറിയാവുന്നവര്. ബജറ്റ് നിയമസഭയിൽ ആരാണ് അവതരിപ്പിക്കുന്നത്? ധനമന്ത്രിയാണ്. കീഴ്വഴക്കം അനുസരിച്ച് ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങി വയ്ക്കുന്നത് ആരാണ്? അത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. അല്ലെ. കീഴ്വഴക്കം അനുസരിച്ച് ബജറ്റിന്മേലുള്ള ചർച്ച തുടങ്ങി വയ്ക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ബജറ്റിന്റെ പൊതുചർച്ചയ്ക്കായി എത്ര ദിവസമാണ് നീക്കിവെക്കുന്നത്? 3 ദിവസം നീക്കിവെക്കും അല്ലെ. ബജറ്റിന്റെ പൊതു ചർച്ചയ്ക്കായിട്ട് എത്ര ദിവസം നീക്കിവെക്കും? 3 ദിവസം നീക്കിവെക്കും. സഭാ നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്നിവരോട് ആലോചിച്ച് ധനാഭ്യർത്ഥന ചർച്ചകൾക്കും വോട്ടിങ്ങിനും നീക്കിവെക്കേണ്ട ദിവസങ്ങൾ സ്പീക്കർ തീരുമാനിക്കുന്നു. നിലവിൽ ഇതിനായി എത്ര ദിവസമാണ് നീക്കിവെക്കുന്നത്? 13 ദിവസമാണ് നിലവിൽ നീക്കിവെക്കുന്നത്. എന്താണ്? സഭാ നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്നിവരോട് ആലോചിച്ച് ധനാഭ്യർത്ഥന ചർച്ചകൾക്കും വോട്ടിങ്ങിനും നീക്കിവെക്കേണ്ട ദിവസങ്ങൾ സ്പീക്കർ തീരുമാനിക്കുന്നു. നിലവിൽ ഇതിനായി എത്ര ദിവസമാണ് നീക്കിവെക്കുന്നത്? 13 ദിവസമാണ്. കേരള നിയമസഭയിൽ എത്ര തരത്തിലുള്ള ഖണ്ഡനോപക്ഷേപങ്ങളാണ് ഉന്നയിക്കാവുന്നത്? അത് 3 എണ്ണം കേട്ടാ. ഈ ഖണ്ഡനോപക്ഷേപങ്ങളുടെ മലയാളം അല്ല ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമെന്ന് അറിയില്ല. കേരള അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. കേരള നിയമസഭയിൽ എത്ര തരത്തിലുള്ള ഖണ്ഡനോപക്ഷേപങ്ങളാണ് ഉന്നയിക്കാവുന്നത്? 3. ധനാഭ്യർത്ഥന ചർച്ചയുടെ അവസാന ദിവസം ചർച്ച ചെയ്യപ്പെടാത്ത ധനാഭ്യർത്ഥനകളെല്ലാം ചർച്ച കൂടാതെ ഒരുമിച്ച് വോട്ടിനിടുന്ന പാർലമെന്ററി നടപടിക്രമം ഏതു പേരിൽ അറിയപ്പെടുന്നു? അത് ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നു അല്ലെ. ഗില്ലറ്റിൻ അത് നല്ലൊരു വാക്കാണ് അല്ലെ. ധനാഭ്യർത്ഥന ചർച്ചയുടെ അവസാന ദിവസം ചർച്ച ചെയ്യപ്പെടാത്ത ധനാഭ്യർത്ഥനകളെല്ലാം ചർച്ച കൂടാതെ ഒരുമിച്ച് വോട്ടിനിടുന്ന പാർലമെന്ററി നടപടിക്രമമാണ് ഗില്ലറ്റിൻ എന്നറിയപ്പെടുന്നത്. ഏത് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ചെലവുകൾക്കാണ് സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമില്ലാത്തത്? അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ആണെങ്കിൽ എന്ത് വേണ്ട? സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമില്ല അല്ലെ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ചെലവാക്കുന്നതിന് സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമില്ല. അപ്പോൾ ഏത് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ചെലവുകൾക്കാണ് സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമില്ലാത്തത്? കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ചെലവുകൾക്ക് സംസ്ഥാന നിയമസഭയുടെ അനുമതി ആവശ്യമില്ല. അക്കൗണ്ടന്റ് ജനറൽ സമർപ്പിക്കുന്ന ഓഡിറ്റ് കണ്ണിക അത് ഏത് അക്കൗണ്ടന്റ് ജനറൽ സമർപ്പിക്കുന്ന ഓഡിറ്റ് ഖണ്ഡികകളും അപ്രോപ്രിയേഷൻ അക്കൗണ്ടും നിയമസഭയുടെ ഏത് സമിതിയാണ് പരിശോധിക്കുന്നത്? അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നറിയപ്പെടുന്നു അല്ലെ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അത് പരിശോധിക്കുന്നത്. അക്കൗണ്ടന്റ് ജനറൽ സമർപ്പിക്കുന്ന ഓഡിറ്റ് ഖണ്ഡികകളും അപ്രോപ്രിയേഷൻ അക്കൗണ്ടും നിയമസഭയുടെ ഏത് സമിതിയാണ് പരിശോധിക്കുന്നത്? അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ബാക്കി അടുത്ത പേജിലാണ് നോക്കാം. അത് ധനവിനിയോഗ ബിൽ പാസ്സായ ശേഷം അതൊരു മണി ബില്ലാണെന്ന് ആര് സർട്ടിഫൈ ചെയ്ത ശേഷമാണ് ഗവർണറുടെ അനുമതിക്കായി അയക്കുന്നത്? അത് സ്പീക്കർ സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഗവർണറുടെ അനുമതിക്കായി അയക്കുന്നത്. ഒന്നുകൂടി പറയാം. ധനവിനിയോഗ ബില്ല് പാസ്സായ ശേഷം അതൊരു മണി ബില്ലാണെന്ന് സ്പീക്കർ സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ഗവർണറുടെ അനുമതിക്കായി അയക്കുന്നത്. സാധാരണയായി ബജറ്റിനൊപ്പം എത്ര മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ടാണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത്? അത് 4 മാസമാണ്. 4 മാസം. ഏപ്രിൽ ടു ജൂലൈ അല്ലെ. എന്താണ് സാധാരണയായി ബജറ്റിനൊപ്പം എത്ര മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട്
ആണ് ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. 4 മാസം, ഏപ്രിൽ ടു ജൂലൈ. ഗവൺമെന്റ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് മന്ത്രിമാരാണ്, അല്ലെ? ഗവൺമെന്റ് ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? അത് മന്ത്രിമാരാണ്. ഗവൺമെന്റ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് മന്ത്രിമാരാണ്. അനൌദ്യോഗിക ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് സഭാംഗങ്ങൾ, അല്ലെ? ഗവൺമെന്റ് ബില്ല് മന്ത്രിമാരും അനൌദ്യോഗിക ബില്ലാണെങ്കിൽ അത് സഭാംഗങ്ങളുമാണ് നിയമസഭയിൽ സമർപ്പിക്കുന്നത്. 30 മാസം കാലാവധിയുള്ള സബ്ജക്ട് കമ്മിറ്റിയിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് സ്പീക്കറാണ്. 30 മാസം കാലാവധിയുള്ള സബ്ജക്ട് കമ്മിറ്റിയിലെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത് സ്പീക്കറാണ്. 2 തരം നിയമസഭാ കമ്മിറ്റികളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് അഡ്ഹോക്ക് കമ്മിറ്റിയും ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും, അല്ലെ? 2 തരം നിയമസഭാ കമ്മിറ്റികളുണ്ട്. ഒന്ന് അഡ്ഹോക്ക് കമ്മിറ്റിയും ഒന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും. ഒരു നിശ്ചിത നടപടി പൂർത്തീകരിക്കുന്നതിന് മാത്രമായി രൂപവൽക്കരിക്കപ്പെടുന്ന നിയമസഭാ സമിതികളുടെ പേരാണ് അഡ്ഹോക്ക് കമ്മിറ്റി. ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ്, അല്ലെ? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കും ഈ അഡ്ഹോക്ക് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. ഒരു നിശ്ചിത നടപടി പൂർത്തീകരിക്കുന്നതിന് മാത്രമായി രൂപവൽക്കരിക്കപ്പെടുന്ന നിയമസഭാ സമിതികളുടെ പേരാണ് അഡ്ഹോക്ക് കമ്മിറ്റി എന്ന്. കേരള നിയമസഭയിലെ സബ്ജക്ട് കമ്മിറ്റികളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അത് 14 കേരള നിയമസഭയിലെ സബ്ജക്ട് കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? 14. കേരള നിയമസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ്? 38. കേരള നിയമസഭയിലെ സബ്ജക്ട് കമ്മിറ്റി, അല്ലെ? സബ്ജക്ട് കമ്മിറ്റികളുടെ എണ്ണം 14 അതേപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം 38. നിയമസഭയെ കടലാസ് രഹിതമാക്കുന്നതിനായി കേരള സർക്കാർ 2020 ആരംഭിച്ച പദ്ധതിയാണ് ഈ നിയമസഭ, അല്ലെ? അപ്പൊ എന്താണ് ഈ നിയമസഭ? നിയമസഭയെ കടലാസ് രഹിതമാക്കുന്നതിനായി കേരള സർക്കാർ 2020 ആരംഭിച്ച പദ്ധതിയാണ് ഈ നിയമസഭ. കേരള നിയമസഭയുടെ TV ചാനൽ ഏതാണ്? സഫ TV. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കേരള നിയമസഭയുടെ TV ചാനൽ സഫ TV ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് ജയിൽ വകുപ്പ് പഠിച്ചിരുന്നു, അല്ലെ? കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? ഒന്ന് കമന്റ് ചെയ്തറിയിക്കണം. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? അതുപോലെ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ്? ഇനി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇത്തരം കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്തറിയിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും മതി. നമ്മളുടെ ഈ കേരളവും ഭരണ സംവിധാനവും എന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഏകദേശം തീരാറായിട്ട് ഇനി 2-3 ക്ലാസ്സോടുകൂടി ഇത് തീരുന്നതാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് എല്ലാ ക്ലാസ്സും കാണാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.